മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹത്തിന് ശേഷം, സ്വപ്നങ്ങൾക്ക് ശേഷം ഒരു കാർ വാങ്ങിക്കുകയുണ്ടായി. ആ കാറിൽ അതിവേഗം സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ എവിടുന്ന് ഒരു ഇഷ്ടിക അവൻ്റെ ആ കാറിൻ്റെ ചില്ലിലേക്ക് വന്ന് അടിച്ചു. പെട്ടെന്ന് കാർ നിർത്തി അവൻ പുറത്തിറങ്ങി ദേഷ്യത്തോടെ. അപ്പോൾ ഒരു ബാലൻ കൂപ്പ് കൈകളോടെ അവൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. നിറകണ്ണോടെ അവൻ പറഞ്ഞു, ചേട്ടാ, എൻ്റെ ചേട്ടൻ വീൽ ചെയറിൽ നിന്ന് താഴെ വീണു. അദ്ദേഹത്തെ എണീപ്പിച്ചിരുത്താൻ എനിക്ക് സാധിക്കുന്നില്ല. ഈ വഴി പോയ ഒരുപാട് വാഹനങ്ങൾക്ക് ഞാൻ കൈ കാണിച്ചു. തിരക്കായിരുന്നുകൊണ്ട് ആരും തന്നെ നിർത്തുന്നില്ല. ഒരു നിവൃത്തിയുമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇഷ്ടിക പെറുക്കി എറിഞ്ഞത്. എന്നോട് ക്ഷമിക്കണം, എന്നെ ഒന്ന് സഹായിക്കാമോ? ആ ചെറുപ്പക്കാരൻ എത്രയും പെട്ടെന്ന് ആ ബാലനെ സഹായിക്കുന്നു. തിരിച്ചു നടന്ന വഴി അവൻ ഇപ്രകാരം പറഞ്ഞു, ആ ചിന്നിയ ചില്ല് ഞാൻ ഒരിക്കലും മാറ്റുന്നില്ല. തിരക്ക് പിടിച്ചുള്ള യാത്രകളിൽ കാണേണ്ടത് വല്ലതും കാണുന്നില്ല എന്ന് എന്നെ ഓർമ്മപ്പെടുത്താൻ ആ ചിന്നിയ ചില്ല് ഉപകാരപ്പെടും. തിരക്ക് ഇന്ന് എന്തിനും ഏതിനും ആർക്കും എവിടെയും എപ്പോഴും എല്ലായിടത്തും തിരക്കാണ്. ഒരു തരം ഓട്ടപ്പാച്ചിൽ. ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ക്യൂ ഉണ്ടാകാൻ പാടില്ല, നമുക്ക് തിരക്കാണ്, സമയമില്ല. പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ കുർബാനയും കർമ്മങ്ങളും എത്രയും പെട്ടെന്ന് തീരണം, നമുക്ക് തിരക്കാണ്. ഒരു ഷോപ്പിംഗ് മാളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ തിരക്കുണ്ടാകാൻ പാടില്ല, ബിൽ കൗണ്ടറിൽ. നമ്മൾ വാഹനമെടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വഴിയിൽ തിരക്കുണ്ടാകാൻ പാടില്ല, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാൻ പാടില്ല, ട്രാഫിക് സിഗ്നൽ എപ്പോഴും പച്ചയായിരിക്കണം. ഈ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില പോരായ്മകളെയാണ് ക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിലൂടെ തിരുത്തുന്നത്. ബൈബിൾ പണ്ഡിതന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മാർത്ത സിൻഡ്രോം എന്ന് വിളിക്കും. ഒരുപാട് കാര്യങ്ങളിൽ വ്യാകുലപ്പെട്ട് ഏകാഗ്രതയില്ലാതെ പാഞ്ഞു നടക്കുന്ന മാർത്തയെ ക്രിസ്തു തിരുത്തുന്നുണ്ട്. നീ പല കാര്യങ്ങളെക്കുറിച്ചും വ്യഗ്രചിത്തയാണ്, ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, മറിയം നല്ല പക്ഷം തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന്. മാർത്ത സിൻഡ്രോം ഉള്ളവരിൽ നാം കാണുന്ന ഏറ്റവും കൗതുകകരമായ ഒരു വസ്തുതയുണ്ട്. അവർ മറ്റുള്ളവർ പോലും തങ്ങളുടെ കാര്യങ്ങളനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണല്ലോ മാർത്ത പോലും ക്രിസ്തുവിനോട് വന്ന് പറയുന്നത്, എൻ്റെ സഹോദരി എന്നെ ഒറ്റയ്ക്ക് വിട്ടിരിക്കുന്നത് നീ കാണുന്നില്ലേ എന്ന്. ഇവിടെയാണ് ക്രിസ്തു തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നാം കാണുന്നത് യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയിൽ പല കാര്യങ്ങളും ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിന് തൊട്ട് മുമ്പ് ഈശോ നിയമജ്ഞനോട് പറയുന്നുണ്ട് നല്ല സമറായക്കാരൻ്റെ ഉപമയെക്കുറിച്ച്. മറ്റുള്ളവരോട് കരുണ കാണിക്കണം, അവരെ സ്നേഹിക്കണം, അയൽക്കാരനെ സ്വന്തം സഹോദരനായി കരുതണമെന്നൊക്കെ. അതേ ഈശോ തന്നെയാണ് തൻ്റെ കൂടെയുള്ളവരോട് കരുണ കാണിക്കുന്ന മാർത്തായോട് പറയുന്നത്, നീ പല കാര്യങ്ങളെക്കുറിച്ചും വ്യഗ്രചിത്തയാണ്, നല്ല ഭാഗം തിരഞ്ഞെടുക്കണമെന്ന്. അപ്പോൾ എന്തേ ഇതിലൊരു വ്യത്യസ്തത? നിയമജ്ഞൻ പ്രാർത്ഥന മാത്രം കൊണ്ട് നടന്ന മനുഷ്യനാണ്, അവനിൽ പ്രവൃത്തിയില്ലായിരുന്നു. അപ്പോൾ അവന് വേണ്ടത് പ്രവൃത്തിയാണ്. മാർത്തയ്ക്ക് പ്രവൃത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പ്രവൃത്തിയെ ക്രിസ്തു കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിലേക്ക് ഉയർത്തുകയാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങൾക്ക് നഷ്ടമായിരുന്ന ആ ക്രിസ്തുവിൻ്റെ പക്ഷം ചേർന്നിരിക്കാനുള്ള ആ വിളി, അതാണ് മാർത്തയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ക്രിസ്തു എന്താണ് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? എപ്പോഴും ഒരു നല്ല പക്ഷം കൂടെ ഉണ്ടായിരിക്കുക. എത്ര തിരക്കാണെങ്കിലും എത്ര ഓട്ടപ്പാച്ചിലുണ്ടെങ്കിലും മറിയത്തിൻ്റെ ഒരു നല്ല പക്ഷം കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമുക്കിണങ്ങിയ മട്ടിൽ മാത്രം കാര്യങ്ങൾ നടക്കണം എന്നുള്ള ആ വാശി മാറ്റിയിട്ട് മറ്റുള്ളവർക്കിണങ്ങിയ രീതിയിൽ കൂടി ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. ടു ഗെറ്റ് ഇൻ ദ ഷൂസ് ഓഫ് ദി അതർ എന്നൊരു ചൊല്ലു പോലുമില്ലേ. ടോണി ഡിമെല്ലോയുടെ ഒരു കഥയുണ്ട്. ഒരു കുരങ്ങൻ മരക്കൊമ്പിലിരുന്ന് പുഴയിലേക്ക് നോക്കുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു മീൻ മുകളിലേക്ക് പൊന്തി നോക്കുന്നു. കുരങ്ങൻ വിചാരിച്ചു മീൻ ശ്വാസം കിട്ടാതെ അലയുകയാണെന്ന്. ചാടി ആ മീനിനെ പിടിച്ച് മരക്കൊമ്പിൽ കൊണ്ടുവച്ചു. കുറച്ചു നേരമായപ്പോൾ അതിന് അനക്കമില്ല. ഉടനെ കുരങ്ങൻ കൃത്രിമശ്വാസം നൽകുന്നുണ്ട്. പക്ഷേ കുരങ്ങൻ വിചാരിച്ച രക്ഷ മത്സ്യത്തിന് ദുരന്തമായി തീർന്നു. നമ്മൾ വിചാരിക്കുന്ന രീതിയിലെ കാര്യങ്ങൾ നടക്കാവൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പക്ഷേ പലപ്പോഴും അത് മറ്റുള്ളവരുടെ അപകടത്തിലേക്കാണ് നയിക്കുന്നത്. രണ്ടാമതായി നമുക്ക് വേണ്ടത് കരുണയുടെ കൂടെയായിരിക്കലാണ്. ക്രിസ്തു ആഗ്രഹിക്കുന്നതും അതുതന്നെയായിരുന്നു. ഉപവാസം എന്ന ഭാരതീയ സങ്കല്പത്തിൽ പോലും ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കാനുള്ളൊരു വിളിയാണ്. എത്ര തിരക്കുണ്ടെങ്കിലും എത്ര അലച്ചിലുകളുണ്ടെങ്കിലും എത്ര പരിശ്രമങ്ങളുണ്ടെങ്കിലും കുറച്ചു നേരം അവൻ്റെ കൂടെ ആയിരിക്കാനുള്ള ഒരു നല്ല പക്ഷം നമുക്കുണ്ടായിരിക്കുക. വിശുദ്ധ എബ്രാസ്യാമ പറയുന്നുണ്ട്, എപ്പോഴും ഒരു നല്ല പക്ഷം കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഞാൻ. എന്തിൽ വ്യാപൃതിയായിരുന്നാലും ആ ചൈതന്യത്തിലേക്ക് തിരിച്ചു വരാനുള്ള നല്ല പക്ഷം എന്നെ എപ്പോഴും വേട്ടയാടുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ബോധ്യത്തിലേക്കാണ് നാം വളരേണ്ടത്. ക്രിസ്തു കേന്ദ്രീകൃതമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുക. ഫലദായകത്വവും സഭയുടെ വളർച്ചയും ഒക്കെ ധ്യാനിക്കുന്ന കൈത്താകാലത്തിൽ ക്രിസ്തുവിൻ്റെ ഈ ഫലങ്ങളിലേക്ക് വളരാൻ നമുക്ക് പരിശ്രമിക്കാം. എന്തിൽ വ്യാപൃതരായിരിക്കുമ്പോഴും ക്രിസ്തുവിനോട് കൂടെയായിരിക്കാനുള്ള ഒരു നല്ല പക്ഷം എപ്പോഴും കാത്തു സൂക്ഷിക്കാനുള്ള കൃപയ്ക്കായി നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.